ആരോഗ്യമുള്ള കാലത്ത് എത്ര വലിയ പ്രതാപത്തിൽ ജീവിച്ചാലും എല്ലാം നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതി. ഗ്ലാമർ ലോകമായി മാറിയിരിക്കുന്ന ബോളിവുഡിൽ മനുഷ്യ ബന്ധങ്ങൾക്ക് പലരും ഒട്ടും വില കൽപ്പിക്കുന്നില്ലെന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിരുന്നു. ഒരു കാലത്ത് ബോളിവുഡിന്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു വിനോദ് ഖന്നയുടെ മരണത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്ക് ബോളിവുഡിൽ നിന്നും ആരും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്ന് പുതുമുഖ താരങ്ങളെ വിമർശിച്ച് പലരും രംഗത്ത് വന്നിരുന്നു. ഇന്ന് വീണ്ടും അവഗണിക്കപ്പെടുന്ന ഒരു താരത്തിന്റെ ഗതിയാണ് വാർത്തയായി മാറിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ അഭിനയിച്ച് തകർത്തിരുന്ന സീതാറാം പഞ്ചൽ എന്ന താരമാണ് ക്യാൻസർ രോഗം ബാധിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കഴിയുന്നത്. ജോളി LLB 2 എന്ന ചിത്രത്തിൽ നടൻ അക്ഷയ് കുമാറിനൊപ്പമാണ് സീതാറാം പഞ്ചൽ അവസാനമായി അഭിനയിച്ചത്. ശ്രദ്ധേയമായ പല വേഷങ്ങളിലും മുമ്പും താരം അഭിനയിച്ചിരുന്നു. അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ എടുത്തു പറയേണ്ടത് സ്ലാം ഡോഗ് മില്യനെയർ, ബൻഡിറ്റ് ക്വീൻ, പീപ്പിളി ലൈവ്, പാൻസിംഗ് തോമർ എന്നീ ചിത്രങ്ങളാണ്. 3 വർഷമായി ക്യാൻസറിന്റെ പിടിയിലായ പാഞ്ചൽ കഴിഞ്ഞ 10 മാസമായി പൂർണ്ണമായും കിടപ്പിലാണ്. ശ്വാസകോശത്തിനും വൃക്കയിലുമാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി എന്നിങ്ങനെ പല മേഖലയിൽ നിന്നും ചികിത്സ നടത്തിയെങ്കിലും ക്യാൻസർ ശക്തമായി തന്നെ പിടിമുറുക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പാഞ്ചൽ. കിടപ്പിലായതോടുകൂടി കുടുംബത്തിന്റെ അവസ്ഥ ദുരിതമായി മാറിയിരിക്കുകയാണ്. സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് താരം. ആരോഗ്യമുള്ള കാലത്ത് പാഞ്ചലിന്റെ അഭിനയം ആവശ്യമായിരുന്നു പലർക്കും. ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ആവശ്യമില്ലാത്ത പാഴ്വസ്തുവായി മാറിയിരിക്കുകയാണ്. ഇതോടെ ഒരു താരകുടുംബം കൂടി പിച്ച തണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആയ അവസരത്തിൽ എന്റെ സഹോദരന്മാരെ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ച് താരം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ആരും അത് ഗവനിച്ചിരുന്നില്ല. എന്റെ കൂട്ടുകാരെ, ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ക്യാൻസർ ബാധിച്ച് ദുരിതത്തിലാണെന്നും ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുമാണ് പാഞ്ചൽ പറയുന്നത്. സന്മനസ്സുള്ളവർ അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.